ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഞാൻ കുറേ കാലമായി, ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ആയിട്ടുണ്ട് സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ സൂറത്തിലായിരുന്നു ഇത്രയും ദിവസം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്ര പഠിക്കുക. ഇനിയിപ്പോൾ ആകെ നമുക്ക് 13 ദിവസം മാത്രമേ SBRന്റെ എക്സാമിനുള്ളൂ. അപ്പോൾ ഇന്നൊക്കെ വളരെ ഇൻറ്റൻസ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സിലബസ് എങ്കിലും ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ സമയം കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. പക്ഷെ എൻ്റെ റൂമിന്റെ കോലം വളരെ മോശമാണ്. അത് ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പോയതാണ്, പിന്നെ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി 11 മണിയൊക്കെ ആയി നാട്ടിലെത്തിയപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനൊന്ന് ക്ലീൻ ചെയ്യാം, എന്നിട്ട് വേഗം പഠിക്കാനിരിക്കാം. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാലോ, ഞങ്ങൾ പുതിയൊരു ബൊട്ടീക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് ഒരു SBR പേപ്പറിന് കിട്ടിയിട്ടുള്ളൂ. ഇനി കിട്ടാനും പോകുന്നുള്ളൂ. കാരണം 25-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കടയുടെ ഇനാഗുറേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. വേഗം പോയി ഒരു ഗ്ലാസ് കാപ്പി കൂടി എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താ പഠിക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടതെന്ന് നോക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഞാൻ പോണതിൻ്റെ മുന്നേ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടാണ് പോയത്. പക്ഷെ ഇപ്പോൾ ബാക്കി എല്ലാവരും എവിടെ എത്തി, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തു, എന്തൊക്കെ ചെയ്യണമായിരുന്നു, ഒന്നും എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ആകെ 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൂടി ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രീവിയസ് 4 പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാം, പിന്നെ ബാക്കി നമുക്ക് റിവിഷൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാം, അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കി വെക്കാം. എന്നിട്ട് അതിൽ എനിക്ക് അറിയുന്ന എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി സ്റ്റാൻഡേർഡ്സ് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം ഇന്നിപ്പോൾ പഠിക്കേണ്ടത് മാർച്ച്-ജൂൺ 2023 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രിയർ ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള എക്സാം ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്ത് നോക്കാം. ഇതിന് ആവറേജ് ആയിട്ട് എടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്, എക്സാമിന് നമുക്ക് ഇതിന് മാക്സിമം ഇതിനുള്ളത് എത്ര മാർക്കാണ്, ഇതിനാകെയുള്ള 30 മാർക്കാണ്. അപ്പോൾ ഒരു 54 മാർക്കാണ് നമുക്ക് എക്സാമിന് എടുക്കുക. പക്ഷെ ഇപ്പോൾ പഠിക്കുകയായതുകൊണ്ടും ഇത് ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും നമുക്ക് ഇതിനൊരു 1.25 മണിക്കൂറൊക്കെ കൊടുക്കാം മാക്സിമം. ഇത് ഞാൻ എല്ലാ സ്റ്റഡി ബ്ലോഗിനും പറയുന്ന കാര്യം കേട്ടോ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഏത് തന്നെ സബ്ജക്റ്റ് ആണെങ്കിലും, നമ്മൾ എന്ത് ടൈമർ വെച്ച് ചെയ്യണം. കാരണം നമുക്ക് എക്സാമിന് ആ ഒരു ടൈമിനുള്ളിൽ ഇത് തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൊത്തം ആൻസർ അറിയാമായിരിക്കാം, ചിലപ്പോൾ ലൈക്ക് 100% എഴുതാൻ മാത്രം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യേണ്ടത് വിത്തിൻ ദ ടൈം പീരീഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നോർമലി റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് സേഫ്രൈറ്റ് AI. ഇതൊരു AI ടൂളാണ്. നമുക്ക് റിസർച്ചുകൾ ചെയ്യാനോ അസൈൻമെൻറ്റ് നടത്താനോ ഒക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല ഇത് AI ഉപയോഗിച്ച് ചെയ്തതാണെന്ന്. കാരണം അത്രയും പോളിഷ്ഡും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. AI ടൂൾസിനെ മറികടക്കാൻ മാത്രമല്ല, നമുക്കിപ്പോൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളിലൊക്കെ പോയിട്ടായിരിക്കുമല്ലോ അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് പകരം ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏറ്റവും അടിപൊളി ലാംഗ്വേജിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ChatGPT-ന്ന് എടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ജസ്റ്റ് 0GPT-ൽ വന്നിട്ടിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താ കാര്യങ്ങളെന്നൊക്കെ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പം നമ്മൾ 0GPT-ൽ ഇട്ടു, അപ്പോൾ തന്നെ അവർക്കത് 100% AI ആണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ വേഗം തന്നെ നമ്മുടെ സേഫ്രൈറ്റ് AIയിൽ ഇട്ടിട്ട് ഒന്ന് ഹ്യൂമനൈസ് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് എപ്പോഴും ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നതാണല്ലോ നല്ലത്. അപ്പോൾ നമ്മൾ ഹ്യൂമനൈസ് ക്ലിക്ക് ചെയ്തു, ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനൊരു റിസൾട്ട് വന്നു. ഇതും 0% AI ആണ്. എന്നാലും ഒന്നും കൂടി ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഒന്നും കൂടി ഹ്യൂമനൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രയും ബെറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ടൂൾസൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് നോക്കിയാൽ മതി. നോ പ്രഷർ, ഞാനിതിങ്ങനെ വന്നുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സേഫ്രൈറ്റ് AI തന്നെ നമുക്ക് ഈ AI ഡിറ്റക്ഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 0% AI ആണ് വന്നിരിക്കുന്നത്. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 0GPT-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ 0GPT എടുത്തു, ഡിറ്റക്ട് ടെക്സ്റ്റ് അടിച്ചു, ഇതാണ്ടില്ലേ 0% AI എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് ഹ്യൂമൻ ലൈക്ക് റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.
ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഓപ്ഷനും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ലാസ്റ്റത്തെ മാത്രമേ നല്ലപോലെ സ്റ്റക്കായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം ബാക്കിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1.25 മണിക്കൂർ. അപ്പോൾ അതിൽ ഇനി 27 മിനിറ്റോളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇതൊരു 1.25 മണിക്കൂറിലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റുന്നത്ര സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് 27 മിനിറ്റ് ബാക്കി വന്നത്. അപ്പോൾ എക്സാമിനും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഇത് ഓൾമോസ്റ്റ് എല്ലാം കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയത്. ഒരുപാട് കാൽക്കുലേഷനും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തിയറി എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ആൻസർ ബാക്കിൽ നോക്കണം. കാരണം നമ്മൾ എഴുതിയത് എന്തെങ്കിലും ശരിയുണ്ടോ നോക്കണ്ടേ. പിന്നെ ഒന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ബാക്കി 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് തീർക്കാനുണ്ട് ഇനി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അതിൻ്റെ റിവ്യൂവും കഴിഞ്ഞു. കുറച്ച് മിസ്റ്റേക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തിരുത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആൻസറാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനെ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പോയി വന്നിട്ട് ഞാൻ അലക്കാനുള്ള തുണി പോലും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. പിന്നെ ഇത് നമ്മൾ കയ്യിലെടുത്ത് കുറച്ച് സ്റ്റോക്കാണ്. ബാക്കി നമുക്ക് കൊറിയറായിട്ട് വരിക ചെയ്യുക പാക്കേജ്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യണം. ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ക്ലാസ് പെൻഡിങ് ഉണ്ട്, അതും കാണണം. പിന്നെ രാത്രിയാണ് ബാക്കി 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് സംഭവം മനസ്സിലാവുന്നില്ല. ചെറിയ ടെൻഷനായി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ 18-ാം തീയതി ആയില്ലേ. ആകെ 12-13 ദിവസം കൂടി എക്സാമിനുള്ളൂ. അതിൽ 2 ദിവസം ഓണത്തിന് പോകും. അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് തീർക്കണം. ഹബീബ് സാർ നല്ല അടിപൊളിയായിട്ട് എടുത്ത കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് പഠിപ്പിച്ചു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെപ്ച്വലായിട്ട് എല്ലാ സംഭവങ്ങളും അറിയാം. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും അധികം പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആക്ച്വലി ഈ എക്സാം എഴുതാൻ പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഇനി ലാസ്റ്റത്തെ ഒരു ഓപ്ഷനും കൂടെ ചെയ്ത് തീർക്കാനുള്ളത്. പക്ഷേ അപ്പോഴേക്കും എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് 11 മണിക്ക്. അപ്പോൾ അതിന് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ബാക്കി ആ ഒരു ഓപ്ഷൻ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്ക് ക്ലാസ് പെൻഡിങ് ഉണ്ടല്ലോ, റിവിഷൻ ക്ലാസ്സസ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണണം. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം കുറേ ദിവസം അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടേ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഫുള്ള് ടാൻഡായി പോയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കൂത്തേർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിലും മറ്റേതുപോലെ തന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ കുറച്ച് ട്രിക്കി ആയിരുന്നു. അതെന്നാലും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ നോളജ് പാർട്ട്, അതായത് ഈ IAS 38 എഴുതിയില്ലേ, അതേപോലെ തന്നെ IAS 36 എഴുതിയിട്ട് അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എഴുതിയില്ലേ. അപ്പോൾ അതിനാണ് നമുക്ക് ആക്ച്വലി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. മറ്റേത് എങ്ങനെ പോയാലും നമുക്ക് കുറച്ചൊക്കെ മാർക്ക് പോവും. ഇതിപ്പോൾ ഈ സിനാരിയോന്ന് എടുത്തെഴുതാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റുന്നവർക്ക് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരു ഹാഫ് മാർക്കേലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് 8 മാർക്കാണുള്ളത്. അപ്പോൾ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കൊക്കെയാണ് ഇത്ര എഴുതി നമുക്ക് കിട്ടുക. പിന്നെ ആദ്യത്തെ 2 വലിയ തരക്കേടില്ലാതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റിവ്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ്. പിന്നെ അവിടെ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 40 മിനിറ്റാണ് ഇതിന് അലോട്ട് ചെയ്തത്. കാരണം ഇത് 20 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ 8 മിനിറ്റ് അല്ലെങ്കിൽ 9 മിനിറ്റോളം ബാക്കിയുണ്ട്. അപ്പോൾ ടൈമിങ്ങും വലിയ പ്രശ്നമല്ല. നമ്മൾ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ എക്സാം പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്കിന്നൊക്കെ ഭയങ്കര നാശമായി. കാരണം അവിടുത്തെ വെള്ളവും ഭയങ്കര ഡിഫറെൻ്റാണ്. പിന്നെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴുകി കളഞ്ഞു. ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ ടാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ക്ലാസ് കുറച്ച് കാണാനുണ്ട്. ഞാൻ അവിടെ ആയിരുന്ന ടൈമിൽ ഓൺലൈനായിട്ട് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സാറ്. അപ്പോൾ അതെനിക്ക് കാണാൻ പറ്റിയില്ല.
അപ്പോൾ ആ ക്ലാസ് കാണണം. ക്ലാസ് കാണാമെന്ന് പറഞ്ഞാൽ പുതിയ ടോപ്പിക്കുകൾ പഠിപ്പിക്കല്ല കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. സാർ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ തന്നെ ചെയ്ത് കാണിക്കും. അതിൻ്റെ പ്രീവിയസ് ഡേ നമ്മൾ ട്രൈ ചെയ്യണം, എന്നിട്ടേ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ കാണാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നഷ്ടപ്പെട്ടില്ല, പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കുറച്ചുകൂടി ബെറ്റർ ആയി സംസാരിക്കുക. ഇതിൽ അഡ്വാൻറ്റേജ് നമുക്ക് ഭയങ്കരമായി സംസാരിക്കാൻ ഉണ്ടാവില്ല, മിനിമം സംസാരിക്കുന്നു. അങ്ങനെയാണ് എഴുതാൻ ഇത് എഴുതാൻ കുറച്ചുകൂടി കൂടുതൽ സമയം ഉണ്ടാവും. ഇനിയിപ്പോൾ വേഗം ഫുഡ് കഴിക്കണം, ഉച്ചയ്ക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർത്ത് വേഗം കിടന്നുറങ്ങണം. ഞാനിപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ടത് ഏതാ, എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഏത് സിനിമയാണ് കണ്ടത്. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ബോട്ടിക്ക് തുടങ്ങുന്ന കാര്യം. അപ്പോൾ അങ്ങോട്ട് കുറച്ച് സ്റ്റാഫ്സിനെ എടുക്കാനായിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരും. അമ്മയും സ്കൂൾ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓഫീസിലേക്ക് വരികയാണ് ചെയ്യുക. ഇനി പോയി വന്നിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യനും കൂടി ചെയ്യണം, പിന്നെ കുറച്ച് ക്ലാസ്സും കൂടി കാണാം. അത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യനൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഓഫീസ് ഇവിടുന്ന് ആകെ 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ പോയി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് കടയിലും കൂടി പോയി, അതായത് പണി നടക്കുന്ന കടയിലും കൂടി പോയിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എവിടുന്ന സമയം എങ്ങനെ പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ തിരിച്ച് വരണമെന്നാണ് വിചാരിക്കണേ. പക്ഷേ ചിലപ്പോൾ വരുമ്പോൾ ഇനി 8 മണിയോ 9 മണിയൊക്കെ ആവും. അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 5:45 ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2 സ്റ്റാഫ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. ഇതിൻ്റെ മുകളിലും റൂംസ് ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റയിലൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ഞാൻ ഷോപ്പിൻ്റെയും എൻ്റെയും ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കൊടുക്കാം. ഇത് ഗൂഗിൾ പേൻ്റെ സ്കാനറാണ് കേട്ടോ. ഞാൻ ഷോപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് പോകാനായപ്പോഴേക്ക് നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ ഒരു ഷവർമയും കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു സ്പ്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് DTDC എന്ന് വിളിച്ചു. അപ്പോൾ അതും പോയി വാങ്ങണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്ത നോട്ട് എന്ന് പറയുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. 12 hours ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ആക്ച്വലി ഇത് 12 hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചില ദിവസമൊക്കെ ഉച്ചയ്ക്ക് അടിച്ചത് പിറ്റേ ദിവസം ആ ഷർട്ട് സ്മെല്ല് ചെയ്ത് നോക്കിയാലും ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനുള്ളൂ മെയിനായിട്ട് പഠിക്കാൻ. പിന്നെ ഞാനിതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ. ഇപ്പോൾ സമയം എത്രയായി നോക്കട്ടെ. ഇപ്പോൾ സമയം 7:10. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു അരമണിക്കൂർ വർക്കിലായിരുന്നു. അതേപോലെ നമ്മൾ ഈ ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ വെച്ച് വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയിട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യനാണ്, ഫെർണാൻഡ. ഇതെന്താണ് ക്വസ്റ്റ്യൻ, എവിടുത്തെ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്തിരി നേരം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നിങ്ങൾ എക്സാം പാസ്സാവില്ല. ഇത് ജസ്റ്റ് മോട്ടിവേഷന് വേണ്ടി കാണുക. വീഡിയോ ഒക്കെ നിർത്തി വെക്കുക. നിങ്ങൾ മാക്സിമം യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ജസ്റ്റ് മോട്ടിവേഷന് വേണ്ടി മാത്രം കാണുക. അല്ലാതെ ഞാൻ ഈ പഠിക്കുന്നത്, ഈ വ്ളോഗ് ഇടുന്നത്, നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മെച്ചമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരു പരിധി വിട്ട് കാണാതിരിക്കുക. ആവശ്യത്തിന് മാത്രം കാണുക. ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ പോയിരുന്ന് പഠിക്കുക. ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ചെറിയൊരു പനി വന്നാൽ മതിയല്ലോ. ഇത് ഭയങ്കര ഒരു ഡ്രൈ ക്വസ്റ്റ്യൻ ആയിപ്പോയി. കാരണം ഒരു കാൽക്കുലേഷനും ഒന്നുമില്ല, മൊത്തം എഴുതാനുള്ളതാണ്. നമുക്ക് ഈ കുറേ എഴുതാനുള്ളത് വരുമ്പോൾ പെട്ടെന്ന് മടുക്കും. കുറച്ചെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മാർക്കെങ്കിലും സ്റ്റെപ്സിനെങ്കിലും കിട്ടുന്ന നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഇതിപ്പോൾ ഭയങ്കര ബോറായി. ഇനി എന്തോരം എഴുതാനുണ്ട് നമുക്ക്? ഈ 3 എണ്ണം കൂടി എഴുതാനുണ്ട് 8 മാർക്കിന്. ഇപ്പോൾ സമയം ഓൾറെഡി 7:56 ആയി. അതായത് ഞാൻ ഒരു 7:10 7:15 അല്ലേ തുടങ്ങിയത്. അപ്പോൾ ഒരു 40 മിനിറ്റിന് അടുത്തായിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 45 മിനിറ്റ് കൊണ്ടാണ് തീർക്കേണ്ടത്. അപ്പോൾ ഇതെനിക്ക് ടൈമിന് തീർക്കാൻ പറ്റൂല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 കോൾ ചെയ്യാൻ പോയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നമുക്കിത് ടൈമിന് തീർക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 8 മാർക്കും കൂടി എങ്ങനെയൊക്കെ എഴുതി തീർക്കണം. ഫൈനലി ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. 8
8:23 ആയി. അപ്പോൾ ടൈം ഒരുപാട് എടുത്തു, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇന്നത്തെ പ്ലാൻ പ്രകാരം ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ബാക്കി. അതേതാണെന്ന് നോക്കണം. പക്ഷെ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോയി. കാരണം ഇത് ഒരുപാട് ഇത്രയും ഒറ്റയടിക്കിരുന്ന് ടൈപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങോട്ട് ടയേർഡായിപ്പോവും. പുറമെ എനിക്കാൻ തുടങ്ങി, ആകെ ക്ഷീണിച്ചു. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യണം. അതിന് മുന്നേ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് ഇനി എന്തായാലും ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ട് വരാം. പെട്ടെന്നൊന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര കപക്കെട്ട് ഈ വെയിലത്ത് കൂടെ അങ്ങോട്ടും കൂടെ നടന്നിട്ടേ. പിന്നെ ഞാൻ പറയാൻ മറന്നു, നമ്മുടെ ചാനലിൽ 12,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായി. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇനി ബാക്കി പഠിക്കാം. ഫുഡ് കഴിച്ചു, ഡോഗ്സിനൊക്കെ കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ പഠിക്കുക തന്നെ, വേറെ ഇപ്പം എന്താ ചെയ്യുക. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ പിന്നെ വിചാരിച്ചു ക്ലാസ്സുകൾ സാറ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കംപ്ലീറ്റ് തിയറി പേപ്പർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ക്ലാസ് കണ്ടാലും കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. കാരണം നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ആകെ മടുത്തു. എന്നാലും ഇന്ന് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. വിചാരിച്ച പോലെ പ്ലാനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഏകദേശം കുറച്ച് അവിടെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.